നമസ്കാരം. അങ്ങനെ സരിൻ തരംഗം അവസാനിച്ചു. നമ്മുടെ പാലക്കാടുള്ള പി സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ ആദ്യം എഴുതിയ ബുക്ക് എന്ന് പറയുന്നത് ഈ അടുത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്. അതിൻ്റെ പേരിങ്ങനെയാണ്, എൻ്റെ കുട്ടി ഓക്കെ ആണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അവർ ഇനി അടുത്തത് എഴുതേണ്ടി വരുന്ന ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് ഓക്കെ ആണോ എന്നുള്ളതാണ്, ആയിരിക്കുമോ എന്നാണ് ഇപ്പോൾ പാലക്കാട് സോഷ്യൽ മീഡിയ ട്രോളുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടത്തിലായിരുന്നു. BJPയും കോൺഗ്രസും മാറി മാറി കളം പിടിക്കുമ്പോൾ 60,000-ന് മേലെ വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞ ഒരു ഇടത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, പി സരിൻ. എന്നാൽ ഇപ്പോൾ പുള്ളി ചിത്രത്തിലേ ഇല്ല എന്നതാണ് വാസ്തവം. കൂപ്പുകുത്തി സരിൻ ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വോട്ടെണ്ണി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സരിന് 2-ാം സ്ഥാനം പോലും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. സത്യത്തിൽ എടുത്തു ചാടി ഇടത്തേക്ക് ചാടിയ സരിൻ്റെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ, ഉത്തരത്തിലിരുന്നത് ഇപ്പോൾ കിട്ടിയതുമില്ല, എന്നാലോ കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്നതാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അത് ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷമുള്ള സരിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകും എന്നതാണ്. അതേതായാലും ഇനി വെറും വട്ടപൂജ്യം ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം മുൻപേ LDF സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പോലെയുള്ള ഉന്നത നേതാക്കൾ സരിൻ വെറും അടവ് നയം മാത്രമാണെന്ന് പറഞ്ഞത് മറക്കാതെ തന്നെ സരിൻ ഇനി വെറും ഒരു കറിവേപ്പിലയായി മാറി എന്നത് ഇപ്പോൾ ആ ഒരു സത്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് മുണ്ടും പൊക്കി സരിൻ അങ്ങ് ഇടത്തേക്ക് ചെന്ന് കയറി കൊടുത്തത്. അതാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഏറെ അബദ്ധമായി പോയെന്ന തോന്നൽ ഉണ്ടാക്കിയത്. അതായത് നനച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ കിടച്ച വണ്ടിക്ക് നാട് വിടുന്നതാകും ഇനി തീർച്ചയായിട്ടും സരിനെ സംബന്ധിച്ച് നല്ലത്. കാരണം ഈ തെരഞ്ഞെടുപ്പിനിടയിൽ സരിൻ തരംഗമില്ല എന്ന് ഇപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളെല്ലാം തന്നെ ഉറപ്പിച്ചു പറയുകയാണ്. ഭരണവിരുദ്ധ വികാരം അലയടിച്ചുവെന്ന് മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കിയവരെ പോലും തഴഞ്ഞുകൊണ്ട് ഇന്നലെ കയറി വന്നവന് സീറ്റ് കൊടുത്തതിലുള്ള ജനങ്ങളുടെ അമർഷം, അണികളുടെ അമർഷം കൂടിയാണ് പാലക്കാട്ടെ സരിൻ്റെ തോൽവി എന്നത് വ്യക്തമാണ്. കാരണം വോട്ടെണ്ണി മണിക്കൂറുകൾ കടന്നപ്പോൾ പോലും BJPക്കും താഴേക്ക് പോയിരിക്കുകയാണ് സരിൻ. നീലപ്പെട്ടിയും കള്ളപ്പണവും ഒന്നും ഏറ്റില്ല എന്നതാണ് സത്യം. പലപ്പോഴും സരിൻ്റെ അഭിപ്രായങ്ങൾ നേതാക്കൾ പരസ്യമായി തള്ളിപ്പറഞ്ഞത് ജനങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കി. അതുമാത്രമല്ല, സരിൻ്റെയും ഭാര്യയുടെയും വോട്ടുകൾ എഴുതി ചേർക്കപ്പെട്ടവയാണെന്ന ആരോപണവും ഈ ഒരു വമ്പൻ തോൽവിക്ക് മറ്റൊരു കാരണമായി മാറുകയും ചെയ്തു. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.